പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ആയുസ്സിനെയും ആരോഗ്യത്തെയും ബലം തന്ന് കർത്താവ് നമ്മളെ പരിപാലിച്ച ദൈവകൃപയ്ക്കായി കർത്താവിനോട് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ച് എല്ലാ ഉപകാരത്തിനും നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ആധാരമായി 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. 1 Corinthians chapter 15 verse 10. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഈ 10-ാമത്തെ വാക്യത്തിനകത്ത് 3 വാചകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 3 വാചകങ്ങൾ. ഒന്ന്, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. അതൊരു നമുക്ക് അങ്ങ് അകത്തോട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഭാഗം. ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. 2, എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. നമുക്ക് പറയേണ്ട ഒരു വാചകമാണ്. നമ്മളോടുള്ള ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. 3, മറ്റെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ അധ്വാനിക്കാൻ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയത്രേ എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഈ 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം നമ്മൾ സാധാരണ വായിച്ചു കേൾക്കുന്നത് മരണവീട്ടിലാണ് ഈ വാചകം, ഈ അധ്യായം വായിച്ചു കേൾക്കുന്നത്. അവിടെ ജീവനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണത്തിനുള്ള പുനരുത്ഥാനത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവിടെയാണ്. എന്നാൽ ആദ്യം പൗലോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് അപ്പോസ്തലൻ തന്നെ വിവരിച്ചു പറഞ്ഞിട്ട് അതിന്റെ 10-ാമത്തെ വാക്യം എത്തുമ്പോൾ പറയുന്നത്, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആരായിരുന്നു, എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു, ദൈവത്താൽ പിടിക്കപ്പെട്ട അവസ്ഥയൊക്കെ പറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ ചെറിയവനായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, എങ്കിലും ഇപ്പോൾ ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. കുഞ്ഞെ, ഈ വചനം ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ എല്ലാം നോക്കിയ അവരെങ്ങനെയുണ്ട്, ഇവരിങ്ങനെയുണ്ട് എല്ലാം പറയുന്നെങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ചിന്തിച്ചേ, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. നിന്നെ ഇത്രത്തോളം എത്തിച്ചത്, ഇവിടെ ഒരുപാട് പ്രതിസന്ധികളും പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടം വരെ എത്തിച്ചത്, അതിൻ്റെ പേരാ പൗലോസ് പറയുന്നത്, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ദൈവകൃപയിലേക്ക് തകർന്നു പോകണമായിരുന്നു. നോഹയെക്കുറിച്ച് പറയുന്നത്, നോഹയ്ക്ക് ആ തലമുറയിൽ യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവൻ ജീവിച്ചിരിക്കും. ആ തലമുറയിൽ കൃപ ലഭിച്ചവന് മാത്രം പെട്ടകമുണ്ടാക്കി അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റിയതുപോലെ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നു, മറിയയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അതൊരു പദവിയാ. ദൈവകൃപ ലഭിക്കുന്നത്, തലമുറയ്ക്കകത്ത് ദൈവകൃപ ലഭിക്കുന്നത് ഒരു പദവിയാ. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ അഭിമാനത്തോടെയാണ് പറയുന്നത്, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. 2-ാമത്തെ വാക്കാ എന്നെ അങ്ങ് സ്പർശിച്ച വാക്ക്, നമ്മ എല്ലാവരും സ്പർശിക്കുന്ന വാക്ക്. ഇന്ന് പറയാൻ പറ്റുമോ, എന്നോടുള്ള അവൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. നോഹ പറയുമല്ലേ, നോഹ 120 വർഷം പ്രസംഗിച്ചിരുന്നു, ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ല. നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. മടുപ്പില്ലാതെ ആൾ പ്രസംഗിച്ച് നടന്നു. ആ പ്രസംഗിച്ച് നടന്ന ആ മനുഷ്യൻ പറഞ്ഞാൽ പറയും, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായില്ല. നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ ജലപ്രളയത്തിൽ രക്ഷപ്പെട്ടു. മാത്രമല്ല, മഴവില്ലെന്ന അടയാളം പ്രാപിച്ചു. ഇനി ജലപ്രളയം കൊണ്ട് നോഹയ്ക്കല്ല, നോഹയുടെ സന്തതി പരമ്പരകൾക്ക് ഇന്നുവരെ ജലപ്രളയം കൊണ്ട് ഭൂമി മുഴുവനായിട്ട് നശിപ്പിക്കുകയില്ല എന്ന് ദൈവം ഒരു പ്രോമിസ്, ദൈവം ഒരു വാഗ്ദത്തവും കൊടുത്തു മഴവില്ലിൽ കൂടി. ഇത് ശ്രദ്ധിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക്, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ അധ്വാനിച്ചു. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം സഭകൾ സ്ഥാപിക്കപ്പെട്ടു. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം, അത് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ലേഖനങ്ങൾ എഴുതി. ആ ലേഖനം ഇന്ന് സഭയുടെ പ്രമാണങ്ങളായി മാറി. പുതിയ നിയമ സഭയുടെ അതേ ഡോക്ട്രിൻസ് ആയിട്ട് മാറിയത് ആ ലേഖനങ്ങളാണ്. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ഉറപ്പോടെ ചാരുദാർഥ്യത്തോടെ പറയാം, അതേ പൗലോസിന്മേൽ പകരപ്പെട്ട ദൈവകൃപ വ്യർത്ഥമായിട്ടില്ല. ഹല്ലേലൂയ. പൗലോസിനോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അടുത്ത വാക്ക്, മറ്റെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അത് ശരിയാ, മറ്റെല്ലാവരെക്കാളും പൗലോസ് അത്യന്തം അധ്വാനിച്ചു. യാത്രകൾ, പോക്ക്, വരവ്, അപകടങ്ങൾ, കപ്പൽ ഛേദം, അടികൊണ്ടത്, ഏറുകൊണ്ടത്, അതേ കള്ളന്മാരാലുള്ള ആപത്ത്, അതെല്ലാം സഹിച്ചിട്ട് അവസാനം പറയും, എന്നാൽ ഞാനല്ല,
ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. കുഞ്ഞെ ഈ വചനം വായിച്ച് കേൾക്കുമ്പോൾ ഇന്ന് ആത്മാവിൽ പറയാൻ പറ്റുമോ? ഞാനല്ല, എന്നോട് കൂടെയുള്ള ക്രിസ്തുവിന്റെ കൃപ, എന്നോട് കൂടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി. കുഞ്ഞെ നീയല്ല, നിനക്ക് കഴിവില്ല, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. പക്ഷേ നിനക്ക് ശക്തി ധരിപ്പിക്കുന്ന, നിനക്ക് ബലം ധരിപ്പിക്കുന്ന, നിന്നെ നടത്തുന്ന, നിന്നോട് കൂടെയുള്ള ആ ദൈവകൃപ. ഹല്ലേലൂയ. ആ ദൈവകൃപ എന്നീ പ്രഭാതത്തിൽ ആത്മാവിൽ ആ വചനം ഒന്ന് തിരിച്ചറിഞ്ഞ്, ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ. ഈ വചന പൗലോസിനോട് ചേർന്ന് ഈ വാക്കുകൾ നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. ഒന്നുകൂടെ ചേർന്ന് പറയാം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. കണ്ണുകൾ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇനി വചനം ഞങ്ങൾ ഒരുപോലെ കർത്താവെ പറഞ്ഞ് അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ഞാനല്ല, എന്നോടുള്ള ദൈവകൃപയത്രേ. ഞാനല്ല, എന്നോടുള്ള ദൈവകൃപയത്രേ. ഞങ്ങളുടെ കഴിവല്ല, മിടുക്കല്ല, ദൈവകൃപയത്രേ. ആ ദൈവകൃപയ്ക്കായി, ദൈവത്തിന്റെ കരുണയ്ക്കായി ഞങ്ങളോട് നന്ദി പറയുന്നപ്പാ. സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തില് ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവകൃപയ്ക്കകത്ത് പൊതിയുന്നതിനായി, ദൈവകൃപയാൽ നിർത്തുന്നതിനായി ഞങ്ങളോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം. എല്ലാ മാനവും മഹത്വത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ബ്ലസ് യു, ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. കർത്താവിന്റെ ആത്മാവോട് ചേർന്ന് നടക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയിൽ മറയപ്പെട്ടെ. ഗോഡ് ബ്ലസ് യു.